കലാഭവൻ നവാസിന് നാട് വിടചൊല്ലി. ആലുവ ടൗൺ ജുമാ മസ്ജിദ് പള്ളിയിലാണ് കബറടക്കം നടന്നത്. 3 പതിറ്റാണ്ടിലേറെയായി അഭ്രപാളിയിലും മലയാളികളുടെ സ്വീകരണ മുറിയിലും ചിരി പടർത്തിയ കലാകാരന് കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ്. നിരവധി സിനിമകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും സുപരിചിതനായ പ്രിയ നടന് വിതുമ്പലോടെ യാത്ര പറഞ്ഞ് സിനിമാ മേഖലയും പൊതുസമൂഹവും. മൈഡിയർ കരടിയിലെയും ജൂനിയർ മാൻ ട്രക്കിലെയും മാട്ടുപ്പെട്ടി മച്ചാനിലെയും കഥാപാത്രങ്ങൾ ഈ ദിവസം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. കലാഭവനിലെ മിമിക്രി ട്രൂപ്പിലൂടെ ആരംഭിച്ച കലാജീവിതം 3 പതിറ്റാണ്ടുകൾ കടന്ന് അവസാന ശ്വാസം വരെ തുടർന്നു. മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് വരെ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു. ഇന്നലെ രാത്രി 8:40 ഹൃദയാഘാതത്തെ തുടർന്ന് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം ആലുവ 4-ാം മൈലിലുള്ള വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറയിൽ നിന്നുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. അവതരിപ്പിച്ച കഥാപാത്രങ്ങളും വേദികളും കാഴ്ചക്കാർക്ക് വിട്ടു നൽകി കലാഭവൻ നവാസ് യാത്രയായി. ന്യൂസ് ഡെസ്ക് 24. കലാലോകത്തിന് വലിയൊരു സർഗം തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്ന നവാസിലൂടെ. എന്തായാലും നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരാൾ കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമാകും. ഇത്രയും അടുത്തറിയാവുന്ന ഒരാൾ കലാകേരളത്തിന് അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരുപാട് കാലം മനസ്സിൽ കലാകേരളം സൂക്ഷിക്കുക തന്നെ ചെയ്യും. അത്രയും വലിയൊരു പ്രതിഭാശാലി കൂടിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അന്ത്യാഞ്ജലി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.